പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള ഗവർണൻസിൻ്റെ ആദ്യ ലെസണിലേക്ക് പോവാണ്. ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. എന്താണ് വാട്ടർ ഷെഡ്? വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഒന്ന് മലയാളം പറഞ്ഞു നോക്കിയേ. എന്താണ് വാട്ടർ ഷെഡ്? ജലം സംഭരിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. ഈ ജലം സംഭരിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് നീർത്തടങ്ങൾ, രണ്ട് തണ്ണീർത്തടങ്ങൾ. ഈ നീർത്തടങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നദിയുടെ ഉത്ഭവസ്ഥാനങ്ങൾ, നീർച്ചാലുകൾ അല്ലേ? ഈ നീർച്ചാലുകൾ ഉത്ഭവിക്കുന്ന സ്ഥലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നീർത്തടങ്ങൾ എന്ന് വിളിക്കാം. രണ്ട് നദി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. രണ്ട് നദി ഒഴുകിപ്പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് നദിയുടെ മധ്യഭാഗത്ത് എന്ത് ചെയ്യാം? നദിയുടെ നിക്ഷേപ പ്രവൃത്തി മൂലം കുറച്ച് എന്ത് ചെയ്യാം? സമതലം രൂപീകരിക്കപ്പെടാം. ആ സമതലങ്ങളിൽ സ്വാഭാവികമായിട്ടും ജലസംഭരണ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ടാവാം. അവയും നമ്മൾ എന്തെന്ന് വിളിക്കും? നീർത്തടം എന്ന് വിളിക്കും. എന്നാൽ ജലം തങ്ങി നിൽക്കുന്ന, ജലം കെട്ടിക്കിടക്കുന്ന, ആ ജലം സാവധാനം മണ്ണിൻ്റെ ഭൂഗർഭ ജലസ്രോതസ്സിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ജലം കെട്ടിക്കിടക്കുന്ന ഭൂപ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടങ്ങൾ എന്നും വിളിക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യ ക്ലാസ്സിൽ എന്താണ് നീർത്തടമെന്നും നീർത്തടങ്ങളുടെ പ്രത്യേകത എന്താണെന്നും ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത ഈ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ട് ഒരു 4-5 ക്ലാസ് വേണ്ടി വരും. അതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? നീർത്തടങ്ങളെ കുറിച്ചാണ്. നമുക്ക് ആരംഭിക്കാം. ഓക്കെ, യെസ്, നീർത്തട പരിപാലനം. ആദ്യം നമ്മൾ എന്താണ് നീർത്തടമെന്ന് നോക്കുന്നു. എന്താണ് നീർത്തടം? അരുവികളോ മറ്റ് നീരുറവകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ നദികൾ അല്ലെങ്കിൽ ഒരു ജലാശയം ഉത്ഭവിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ നീരുറവ എന്ന് വിളിക്കുക. നമ്മൾ പ്രാദേശികമായി ഇപ്പോൾ നെൽവയലുകളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മൾ ചതുപ്പ് ഭൂപ്രദേശങ്ങളെന്ന് പറയില്ലേ, ആ ഭൂപ്രദേശങ്ങളൊക്കെ എന്തിനുദാഹരണമാണ്? നീരുറവകൾക്ക് ഉദാഹരണമാണ്. ഒരു ജലം ഉത്ഭവിക്കുന്ന ഭൂപ്രദേശം ഏതാണോ അതാണ് നീരുറവ. അത് നദിയായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ തോടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അരുവികൾ, മറ്റ് നീരുറവകൾ, മഴവെള്ളം, മഞ്ഞ് തുടങ്ങിയ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായ ഭൂപ്രദേശം എന്താണോ അതിനെ നമുക്ക് നീർത്തടമെന്ന് വിളിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ നദി, തടാകം തുടങ്ങിയവ. അരുവികൾ, മറ്റ് നീരുറവകൾ, മഴവെള്ളം, മഞ്ഞ് തുടങ്ങിയ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായ ഭൂപ്രദേശത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നീർത്തടമെന്ന് വിളിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ നദി ഒരു നീർത്തടമാണ്, തടാകം ഒരു നീർത്തടമാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ കുളം, നമ്മുടെ പ്രാദേശികമായി കുളം, പോണ്ട് ഒരു നീർത്തടമാണോ? ആണ്, ഒരു നീർത്തടമാണ്. നദി എങ്ങനെയാ സാറേ ഒഴുകി അതിൽ എന്താ എത്തിച്ചേരുന്നത്? ധാരാളം അരുവികൾ ഒത്തിച്ചേരുന്നുണ്ട് അല്ലേ? ധാരാളം തോടുകൾ എത്തിച്ചേരുന്നുണ്ട്. ഈ തോടുകളും നദിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ കേരളത്തിലെ 1974 വിജ്ഞാപനം അനുസരിച്ച് നിങ്ങൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കും അല്ലേ? 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുണ്ടെങ്കിൽ അതിന് നമുക്ക് നദി എന്ന് വിളിക്കാം. അതിനേക്കാൾ നീളം കുറഞ്ഞവയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നത് തോട് എന്നാണ്. പ്രാദേശികമായി നമ്മുടെ വീടിൻ്റെ സമീപത്തേക്ക് തോട് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് 15 കിലോമീറ്റർ ദൂരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 15 കിലോമീറ്ററിനേക്കാൾ നീളം കുറഞ്ഞ ജലത്തിൻ്റെ ഒഴുക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തോടെന്ന് വിളിക്കാം. 15 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ നീളമുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നദി എന്ന് വിളിക്കാം കേട്ടോ. ഇനി നീർത്തടങ്ങളുടെ പ്രാധാന്യം. ഓക്കെ, അത് SCERT ഫാക്റ്റാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചേക്കാം. താഴെ പറയുന്നതിൽ നീർത്തടങ്ങളുടെ പ്രാധാന്യം ആയത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അല്ലാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളത് വായിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാ? ജലത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നു. കാരണം ഭൂഗർഭ ജലവിധാനത്തിലേക്ക് ഇത് പതിയെ താഴ്ന്നു പോയേക്കാം അല്ലെ? ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നു. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആഹാര ശൃംഖല സംരക്ഷിക്കുന്നു എന്നും പറയാം. ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആഹാര ശൃംഖലയെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്ലേ? പിന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.
കണ്ണവി നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായിട്ട്, ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ജൈവാംശങ്ങളൊക്കെ ഒഴുക്കി കൊണ്ടുവരാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഈ മണ്ണ് നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ ഫലപുഷ്ടിയുള്ള മണ്ണ് രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സുസ്ഥിര കാർഷിക പുരോഗതിയെ സഹായിക്കുന്നു. സുസ്ഥിര കാർഷിക പുരോഗതി കൃഷിക്ക് ഏറ്റവും ആവശ്യം വേണ്ട കാര്യമാണ് എന്താ, ജലവും മണ്ണും. മണ്ണ് ഉണ്ടെങ്കിൽ ആ മണ്ണുള്ള സ്ഥലത്താണ് കൃഷി ചെയ്യുക. ആ കൃഷി ചെയ്താൽ തന്നെ എന്ത് വേണം, ജലം വേണം. മഴ സമയത്ത് കർഷകർക്ക് ജലം മഴയിൽ നിന്ന് ലഭിക്കും. മറ്റു സമയങ്ങളിലോ അവർ തടാകങ്ങളെയോ നദിയോ ആണ് ആശ്രയിക്കുക. കർഷകൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. കർഷകൻ്റെ സാമ്പത്തിക മെച്ചപ്പെട്ടാൽ മാത്രമേ അവൻ വീണ്ടും കൃഷി ചെയ്യുകയുള്ളൂ. അങ്ങനെ വീണ്ടും കൃഷി ചെയ്താൽ മാത്രമേ സമൂഹത്തിന് ആവശ്യമായ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. അത് നമുക്ക് സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂടും. അത് നമ്മുടെ ജീവിത ചെലവിനെ ഉയർത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ കർഷകൻ്റെ സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ പൊതുനിലവാരവും മെച്ചപ്പെടും. കാലാവസ്ഥ വ്യതിയാനത്തെ ഒരു പരിധിവരെ ചെറുക്കുവാനായിട്ട് നീർത്തടങ്ങൾക്ക് സാധിക്കും. കാരണം കാലാവസ്ഥ വ്യതിയാനം എപ്പോഴുണ്ടാവുക, കൃത്യസമയത്ത് മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഏറ്റവും കൃത്യസമയത്ത് മഴ പെയ്യാതിരുന്നാൽ കാലാവസ്ഥ വ്യതിയാനത്തിന് സാധ്യതയുണ്ട് അല്ലേ. ഭൂമിയിലെത്തുന്ന ചൂട്, സൂര്യൻ്റെ ചൂട് ഒരു പരിധിവരെ ആ ചൂട് ജലത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ ജലം നീരാവിയായി മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ജലമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് ഭൂപ്രതലത്തെ ചൂടാക്കുകയും അത് ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ആധിക്യത്തിലേക്ക് നയിക്കുകയും കൂടാതെ ആഗോളതാപനത്തിന് വഴിവെക്കുകയും ചെയ്യും അല്ലേ. ഭൂമിയിൽ ജലത്തിൻ്റെ അളവുണ്ടെങ്കിൽ മാത്രമാണ് ആ ചൂട്, ഭൂമിയിലേക്ക് എത്തിക്കുന്ന ചൂട്, ഭൂപ്രതലത്തിൽ സ്പർശിക്കേണ്ട ചൂട് എന്ത് ചെയ്യും, നമ്മുടെ ജലത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും നീരാവിയായി മാറുകയും ചെയ്യും. ഈ ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മരങ്ങൾ വളരുകയാണ്. ആ മരങ്ങൾ എന്ത് ചെയ്യും, ഒരു പരിധിവരെ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി സ്വീകരിക്കും. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വളരെ പെട്ടെന്ന് നോക്കി വയ്ക്കാം നീർത്തടങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണ്. ജലത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കുന്നു, ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നു, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, സുസ്ഥിര കാർഷിക പുരോഗതിയെ സഹായിക്കുന്നു. പിന്നെ കർഷകൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു, കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുകയും ചെയ്യുന്നു. പിന്നെ പറയുന്നു നീർത്തടത്തെ നമുക്ക് പ്രധാനമായും 5ആയി വേർതിരിക്കാം. നീർത്തടത്തെ അവയുടെ അളവിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്രയായിട്ട് വേർതിരിക്കുന്നു, 5ആയി വേർതിരിക്കുന്നു. ഓക്കെ, 5ആയി വേർതിരിക്കുന്നു. നമുക്ക് നോക്കാമോ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാമോ? സ്ലൈഡിൽ കാണുന്നുണ്ട് അല്ലേ. എന്തൊക്കെയായിട്ട് നമ്മൾ വേർതിരിക്കുക, പ്രധാനമായും 5ആയി വേർതിരിക്കുന്നുണ്ട്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5ആയി വേർതിരിക്കുന്നുണ്ട്. 5ാമത്തെ കാറ്റഗറി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു 4ആയിട്ട് വർഗീകരിക്കുന്നുമുണ്ട്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ആദ്യത്തെ 5 വേർതിരിവ് നമ്മൾ പഠിക്കുക. ഓക്കെ, യെസ്. മാനദണ്ഡം, വലിപ്പവും വിനിയോഗ രീതിയും പ്രധാനമായും നമ്മൾ 5ആയി വേർതിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണ്, വലിപ്പവും കൂടാതെ വിനിയോഗ രീതിയും. മിനി വാട്ടർഷെഡ്. മിനി വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 ഹെക്ടർ വരെ 1 മുതൽ 100 ഹെക്ടർ വരെ വിസ്തൃതി ഉണ്ടെങ്കിൽ, വലിപ്പമുണ്ടെങ്കിൽ അതിനെ മിനി വാട്ടർഷെഡ് എന്ന് വിളിക്കാം. ഇനി മൈക്രോ വാട്ടർഷെഡ്. മൈക്രോ വാട്ടർഷെഡ് എന്ന് പറഞ്ഞാലോ 100 മുതൽ 1000 ഹെക്ടർ വരെ വിസ്തൃതി ഉണ്ടെങ്കിൽ അത് മൈക്രോ വാട്ടർഷെഡാണ്. ഇനി മില്ലി വാട്ടർഷെഡ് എന്ന് പറഞ്ഞാലോ 1000 മുതൽ 10000 ഹെക്ടർ വരെ 1000 മുതൽ 10000 ഹെക്ടർ വരെ വിസ്തൃതമാണെങ്കിൽ നമുക്കതിനെ മില്ലി വാട്ടർഷെഡ് എന്ന് വിളിക്കാം. 10000 മുതൽ 50000 ഹെക്ടർ വരെ വിസ്തൃതിയാണെങ്കിൽ അതിനെ സബ് വാട്ടർഷെഡ് എന്ന് വിളിക്കാം. ഇനി 50000 ഹെക്ടറിനേക്കാൾ എത്ര കൂടുതലാണെങ്കിലും അതിനെ പൊതുവായി വിളിക്കുന്നത് മാക്രോ വാട്ടർഷെഡ് എന്നാണ്. 50000 ഹെക്ടറിനേക്കാൾ കൂടുതൽ എത്ര കൂടുതലാണെങ്കിലും നമ്മൾ അവയെ പൊതുവായി എന്തെന്ന് വിളിക്കും, മാക്രോ വാട്ടർഷെഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായും നമ്മൾ 5ആയി വേർതിരിക്കുന്നുണ്ട്. 1 മുതൽ 100 ഹെക്ടർ വരെയാണെങ്കിൽ മിനി വാട്ടർഷെഡാണ്. 100 മുതൽ 1000 ഹെക്ടർ വരെയാണെങ്കിൽ അത് മൈക്രോ വാട്ടർഷെഡാണ്. 1000 മുതൽ 10000 ഹെക്ടർ വരെയാണെങ്കിൽ അത് മില്ലി വാട്ടർഷെഡാണ് അല്ലേ. 10000 മുതൽ 50000 വരെയാണെങ്കിൽ സബ് വാട്ടർഷെഡാണ്. 50000 മുതൽ കൂടുതൽ എത്ര കൂടുതലാണെങ്കിലും നമ്മളതിനെ എന്തെന്ന് വിളിക്കും, മാക്രോ വാട്ടർഷെഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയ പേരുകൾ നോക്കി എന്തൊക്കെയാ, മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. മിനി, മൈക്രോ, മില്ലി, സബ്, മാക്രോ. ഒന്നുകൂടെ നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ സ്ലൈഡ് നോക്കാതെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. 1 മുതൽ 100 ഹെക്ടർ വരെയാണെങ്കിൽ അത് മില്ലി വാട്ടർഷെഡാണ്. ഓക്കെ, 100 മുതൽ 1000 ഹെക്ടർ വരെയാണെങ്കിൽ അത് മൈക്രോ വാട്ടർഷെഡാണ്.
1000 മുതൽ 10000 ഹെക്ടർ വരെയാണെങ്കിൽ 1000 മുതൽ 10000 ഹെക്ടർ വരെയാണെങ്കിൽ അത് മില്ലി വാട്ടർഷെഡാണ്. 10000 മുതൽ 50000 ഹെക്ടർ വരെയാണെങ്കിൽ അത് സബ് വാട്ടർഷെഡാണ് അല്ലേ. 50000-ന് മുകളിൽ എത്ര കൂടുതലാണെങ്കിലും അതിനെ പൊതുവായി നമുക്ക് എന്തെന്ന് വിളിക്കാം? മാക്രോ വാട്ടർഷെഡ് എന്ന് വിളിക്കാം. മാക്രോ വാട്ടർഷെഡ്. മില്ലി, മൈക്രോ, മിനി, മൈക്രോ, പിന്നെ മില്ലി, സബ്, മാക്രോ. അപ്പോൾ 1 മുതൽ 100 വരെയാണെങ്കിൽ മിനി വാട്ടർഷെഡാണ്. 100 മുതൽ 1000 വരെയാണെങ്കിൽ മൈക്രോ വാട്ടർഷെഡാണ്. 1000 മുതൽ 10000 ഹെക്ടർ വരെയാണെങ്കിൽ അത് മില്ലി വാട്ടർഷെഡാണ്. 10000 മുതൽ 50000 ഹെക്ടർ വരെയാണെങ്കിൽ അത് സബ് വാട്ടർഷെഡാണ്. 50000 ഹെക്ടറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എത്ര കൂടുതലാണെങ്കിലും പൊതുവായി മാക്രോ വാട്ടർഷെഡ് എന്ന് വിളിക്കാം. ഇനി ഈ മാക്രോ വാട്ടർഷെഡിനെ വീണ്ടും നമ്മൾ 4ആയി വേർതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ? ഫുൾ വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ 50000 മുതൽ 2,00,000 ഹെക്ടർ വരെയാണെങ്കിൽ നമുക്കതിനെ ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കാം. ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കാം. ഇനി 2 മുതൽ 10,00,000 ഹെക്ടർ വരെയാണെങ്കിൽ നമുക്കതിനെ സബ് കാച്ച്മെൻ്റ് എന്ന് വിളിക്കാം. 50000 മുതൽ 2,00,000 ഹെക്ടർ വരെയാണെങ്കിൽ ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കാം. 2 മുതൽ 10,000 ഹെക്ടർ വരെ 10,00,000 ഹെക്ടർ വരെയാണെങ്കിൽ നമുക്കിതിനെ സബ് കാച്ച്മെൻ്റ് എന്ന് വിളിക്കാം. 10,00,000 മുതൽ 50,00,000 ഹെക്ടർ വരെയാണ് വിസ്തൃതിയെങ്കിൽ നമുക്കതിനെ കാച്ച്മെൻ്റ് എന്ന് വിളിക്കാം. 50,00,000 ഹെക്ടറിനെ കൂടുതലാണ് മാക്രോ വാട്ടർഷെഡിൻ്റെ വിസ്തൃതിയെങ്കിൽ നമുക്കതിനെ ബേസിൻ എന്ന് വിളിക്കാം. അപ്പോൾ 50,000 ഹെക്ടറിനേക്കാൾ എത്ര കൂടുതലാണെങ്കിൽ അതെന്ത് തന്നെ? മാക്രോ വാട്ടർഷെഡ് തന്നെ. അതിൽ 50,000 മുതൽ 2,00,000 ഹെക്ടർ വരെ വിസ്തൃതമാണെങ്കിൽ ആ മാക്രോ വാട്ടർഷെഡിനെ നമ്മൾ ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കും. നമ്മൾ എന്തെന്ന് വിളിക്കും? ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കും. ഇനി 2,00,000 മുതൽ 10,00,000 ഹെക്ടർ വരെയാണ് വിസ്തൃതി എങ്കിൽ, ഏതിൻ്റെ വിസ്തൃതി? മാക്രോ വാട്ടർഷെഡിൻ്റെ വിസ്തൃതി എങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? സബ് കാച്ച്മെൻ്റ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി 10 മുതൽ 50,00,000 ഹെക്ടർ വരെയാണ് മാക്രോ വാട്ടർഷെഡിൻ്റെ വിസ്തൃതി എങ്കിൽ നമ്മളെന്തെന്ന് വിളിക്കും? യെസ്, കാച്ച്മെൻ്റ് എന്ന് വിളിക്കും. ഇനി 50,00,000 ഹെക്ടറിനേക്കാൾ വളരെ കൂടുതലാണ് എങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? ബേസിൻ എന്ന് വിളിക്കും. ബേസിൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ തുടക്കം തൊട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാം. ഓക്കെ. യെസ്, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറയുക? നീർത്തട പരിപാലനം. എന്താണ് നീർത്തടം? അരുവികൾ, മറ്റ് നീരുറവകൾ, മഴവെള്ളം, മഞ്ഞ് തുടങ്ങിയ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായ ഭൂപ്രദേശത്തെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക? നീർത്തടം എന്ന് വിളിക്കുക. ഓക്കെ. നീർത്തടങ്ങൾക്ക് ഉദാഹരണം എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നദി പറയാം, തടാകം പറയാം, കുളം പറയാം അല്ലേ? യെസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി അടുത്ത നമ്മൾ പറയുന്നു നീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. നീർത്തടങ്ങളുടെ പ്രാധാന്യം എന്താണ്? ജലത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കുന്നുണ്ട്, ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നുണ്ട്, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നുണ്ട്, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, സുസ്ഥിര കാർഷിക പുരോഗതിയെ സഹായിക്കുന്നു, കർഷകൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നു, കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുകയും ചെയ്യുന്നു അല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നു നീർത്തടത്തെ പ്രധാനമായി നമുക്ക് 5ആയി വേർതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വലിപ്പത്തിൻ്റെയും വിനിയോഗ രീതിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളിവിടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 5ആയി വേർതിരിച്ചിരിക്കുന്നു. 1 മിനി വാട്ടർഷെഡ്. 1 മുതൽ 100 ഹെക്ടർ വരെയാണെങ്കിൽ അതിനെ മിനി വാട്ടർഷെഡ് എന്ന് വിളിക്കാം. 100 ഹെക്ടർ മുതൽ 1000 ഹെക്ടർ വരെയാണെങ്കിൽ നമ്മളതിനെ മൈക്രോ വാട്ടർഷെഡ് എന്ന് വിളിക്കുന്നു. 1000 മുതൽ 10,000 ഹെക്ടർ വരെയാണ് വിസ്തൃതിയെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? മില്ലി വാട്ടർഷെഡ് എന്ന് വിളിക്കും. 10,000 മുതൽ 50,000 ഹെക്ടർ വരെയാണെങ്കിൽ അതിനെ സബ് വാട്ടർഷെഡ് എന്ന് വിളിക്കും. 50,000 ഹെക്ടറിനേക്കാൾ കൂടുതലാണെങ്കിൽ മാക്രോ വാട്ടർഷെഡ് എന്നും. ഈ മാക്രോ വാട്ടർഷെഡിനെ തന്നെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ 4ആയി വേർതിരിക്കുന്നു. 50,000 മുതൽ 2,00,000 ഹെക്ടർ വരെ വിസ്തൃതമാണ് മാക്രോ വാട്ടർഷെഡ് എങ്കിൽ നമ്മളതിനെ ഫുൾ വാട്ടർഷെഡ് എന്ന് വിളിക്കും. 2 മുതൽ 10,00,000 വരെ ഹെക്ടർ വിസ്തൃതമാണ് മാക്രോ വാട്ടർഷെഡ് എങ്കിൽ ആ മാക്രോ വാട്ടർഷെഡിനെ നമ്മൾ സബ് കാച്ച്മെൻ്റ് എന്ന് വിളിക്കും. 10,00,000 മുതൽ 50,00,000 ഹെക്ടർ വരെയാണ് മാക്രോ വാട്ടർഷെഡിൻ്റെ വിസ്തൃതി എങ്കിൽ നമ്മളതിനെ കാച്ച്മെൻ്റ് എന്ന് വിളിക്കും. 50,00,000 ഹെക്ടറിനേക്കാൾ കൂടുതലാണ് മാക്രോ വാട്ടർഷെഡിൻ്റെ വിസ്തൃതിയെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? ബേസിൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനത്തെക്കുറിച്ച്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചടയമംഗലമാണ്. എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? നീർത്തട പരിപാലനം,
പരിസ്ഥിതി പുനരുദ്ധാരണം എന്നിവയുമായി ബന്ധപ്പെടുത്തി ആരെയൊക്കെ? കർഷകരെ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പരിശീലനം നൽകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ സാമൂഹിക വികസനത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും പരിശീലനം നൽകുന്നു എന്ന് പറയാം അല്ലേ? പാരിസ്ഥിതിക വികസനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ എല്ലാവർക്കും പരിശീലനം നൽകുന്നു എന്ന് പറയാം. നോക്കിയേ, കർഷകർ, വിദ്യാർത്ഥികൾ. കർഷകർ എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുമായി ഇണങ്ങി ജോലി ചെയ്യുന്നവർ എന്ന് നമുക്ക് പറയാം. വിദ്യാർത്ഥികൾ നാളെയുടെ ഫലമാണ് അല്ലേ? നാളത്തെ സമൂഹം എന്താണോ അതാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അവർക്കുള്ള കൃത്യമായ അവബോധം വേണം. ജനപ്രതിനിധികൾ, അതായത് ജനങ്ങളെ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ, ജനപ്രതിനിധികളുണ്ട്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ജനപ്രതിനിധികൾ നിയമനിർമ്മാണം നടത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നിയമം നിർമ്മിക്കുന്ന ജനപ്രതിനിധികൾക്കും ആ നിയമം നടപ്പിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൂടാതെ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർഷകർക്കും പരിശീലനം നൽകുക. എന്തുമായി ബന്ധപ്പെട്ട്? നീർത്തട പരിപാലനം, പരിസ്ഥിതി പുനരുദ്ധാരണം എന്നിവയുമായി ബന്ധപ്പെടുത്തി പരിശീലനം നൽകുകയാണ് ചടയമംഗലം ആസ്ഥാനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചടയമംഗലം. ലക്ഷ്യമെന്താണ്? നീർത്തട പരിപാലനം, പരിസ്ഥിതി പുനരുദ്ധാരണം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർഷകർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് എന്ത് ചെയ്യുന്നു? പരിശീലനം നൽകുന്നു. ഇനി കേരളത്തിൽ തരിശുഭൂമി വികസന വകുപ്പ് എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെന്ന് പറയാം? കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് തന്നെ ഒരു സ്വതന്ത്ര വകുപ്പെന്ന രീതിയിലല്ല, മറിച്ച് ലാൻഡ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ അത് തുടക്കം കുറിച്ചിരുന്നു. ഒരു ലാൻഡ് റവന്യൂ വകുപ്പിൻ്റെ ഉപസ്ഥാപനമായിട്ട്. എന്നാൽ ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന രീതിയിൽ 1999 രൂപീകരിക്കുക. അപ്പോൾ തരിശുഭൂമി വികസന വകുപ്പ് 1999 ഭൂവിഭവ വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ലാൻഡ് യൂസ് ബോർഡ്, നിലവിലെ ബോർഡ് എന്ന വാക്ക് മാറ്റിയിട്ട് വകുപ്പ് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ തരിശുഭൂമി വികസന വകുപ്പ് 1999 ഭൂവിഭവ വകുപ്പ്, ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെന്ത് ചെയ്തു? പുനർനാമകരണം ചെയ്യപ്പെട്ടു. ലാൻഡ് യൂസ് ബോർഡ് എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ പറയുക. 2025 കേരള സർക്കാർ എന്ത് ചെയ്തു? അതിൻ്റെ പേര് ലാൻഡ് യൂസ് ബോർഡ് എന്നതിന് പകരം ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവായി പറയാം, 1999 ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പുനർനാമകരണം ചെയ്തു. ഏത് വകുപ്പിനെ? തരിശുഭൂമി വികസന വകുപ്പിനെ. ഓക്കെ, അപ്പോൾ തരിശുഭൂമി വികസന വകുപ്പ് എന്നാണ് ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റായി മാറിയത് 1999. ആ വർഷം മറക്കരുത്, 1999. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നു നീർത്തട പരിപാലനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീർത്തട പരിപാലനത്തിൻ്റെ ലക്ഷ്യങ്ങൾ: തരിശുഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുക, തരിശുഭൂ പ്രദേശങ്ങൾ എന്തായിട്ട് മാറുക? കൃഷിയോഗ്യമാക്കി മാറ്റുക. അതാണ് ഈ തരിശുഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ജൈവാംശം, ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് പ്രദേശങ്ങളെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക. ജൈവാംശം, ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട്, കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ജൈവാംശം, ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് പ്രദേശം കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക. നീർത്തട പ്രദേശവാസികളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. നീർത്തടങ്ങളിൽ താമസിക്കുന്നവർ മറ്റു പ്രദേശങ്ങളുമായി പലപ്പോഴും ബന്ധം സ്ഥാപിക്കാത്തവരായിരിക്കാം. അതുകൊണ്ട് സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അവർ ചിലപ്പോൾ പിന്നോക്കാവസ്ഥയിലായിരിക്കാം. അവരെ സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, മണ്ണിൻ്റെ ഫലപുഷ്ടി ഉയർത്തൽ, വിളപര്യായം എന്നിവ കൈവരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ജലസംരക്ഷണവും കൂടാതെ മണ്ണ് സംരക്ഷണവും. ഓക്കെ, ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, മണ്ണിൻ്റെ ഫലപുഷ്ടി ഉയർത്തൽ, വിളപര്യായം എന്നിവ കൈവരിക്കുക. കന്നുകാലി വളർത്തൽ പോലുള്ള കാർഷിക ഇതര തൊഴിൽ മെച്ചപ്പെടുത്തുക. എന്തിനാ കന്നുകാലി വളർത്തൽ? ഞാൻ പറഞ്ഞു, മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ജൈവ വൈവിധ്യവും ജൈവാംശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം തടയണം അല്ലേ? രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും പകരമായി എന്ത് ചെയ്യണം?
സ്വാഭാവികമായിട്ട് പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്ന, പ്രകൃതിയിൽ മണ്ണിന് ദോഷമുണ്ടാക്കാത്ത ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം. ആ ജൈവ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണെന്ത്? കന്നുകാലികളുടെ അവശിഷ്ടങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കന്നുകാലി വളർത്തൽ പോലുള്ള കാർഷികേതര തൊഴിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജൈവ കൃഷി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റും. പകരം രാസവളങ്ങൾ ഒഴിവാക്കാനും മലിനീകരണ നിയന്ത്രണം കൊണ്ടുവരിക. ഓക്കെ, ചതുപ്പ് ഭൂപ്രദേശങ്ങളിൽ നിന്നും സ്വാഭാവികമായിട്ട് മീഥേൻ പോലുള്ള വാതകങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ആ വാതകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഓസോണിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ആഗോളതാപനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് മലിനീകരണ നിയന്ത്രണത്തിനും എന്താവശ്യമാണ്? നീർത്തട പരിപാലനം ആവശ്യമാണ്. അപ്പോൾ നീർത്തട പരിപാലനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: തരിശുഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുക, ജൈവാംശം, ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിച്ച പ്രദേശം കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക, നീർത്തട പ്രദേശവാസികളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, മണ്ണിൻ്റെ ഫലപുഷ്ടി ഉയർത്തൽ, വിളപരിയം എന്നിവ കൈവരിക്കുക, കന്നുകാലി വളർത്തൽ പോലുള്ള കാർഷികേതര തൊഴിൽ മെച്ചപ്പെടുത്തുക, മലിനീകരണ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുക. നീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതികൾ നമുക്ക് പരിചയപ്പെടാം. നീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതികൾ നോക്കി. 1. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 ആരംഭിക്കുക. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 ആരംഭിച്ചു. അതിന് നേതൃത്വം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. നടപ്പിലാക്കേണ്ട ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക്. നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ്. ആ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കുറേ പഞ്ചായത്തുകളുണ്ടാവും. ആ പഞ്ചായത്തുകളാണ് അത് നടപ്പിലാക്കേണ്ട ചുമതലയുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം എന്ന് പറയുന്നത് 90:10. അതായത് കേന്ദ്ര സർക്കാർ 90% ഫണ്ട് വിനിയോഗിക്കും, സംസ്ഥാന സർക്കാർ 10%. പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ട ചുമതലയുള്ളത് ഏത് വകുപ്പിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമവികസന വകുപ്പിനാണ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. നിലവിൽ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുന്ന ഗ്രാമവികസന വകുപ്പിന് തന്നെ നിലവിൽ ഗ്രാമവികസന വകുപ്പ് LSGDയുമായി മെർജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് LSGI തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആവിഷ്കരിച്ചത് നിലവിലുണ്ടായിരുന്ന 3 പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ആ വാക്കിൽ തന്നെയുണ്ട്. ഏതൊക്കെയോ നിലവിലുണ്ടായിരുന്ന 3 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് അല്ലേ. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 തുടക്കം കുറിക്കുക. ആവിഷ്കരിച്ചത് നിലവിലുണ്ടായിരുന്ന 3 പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ്. കേരളത്തിൽ നടപ്പിലാക്കേണ്ട ചുമതലയുള്ളത് ഗ്രാമവികസന വകുപ്പ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്താണ്. നടപ്പിലാക്കേണ്ട ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം 90% കേന്ദ്ര സർക്കാർ വിനിയോഗിക്കും, 10% സംസ്ഥാന സർക്കാരും. ഏതൊക്കെ 3 പ്രോഗ്രാമിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് രൂപീകരിച്ചത് നോക്കിയേ. 1. ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഡ്രോട്ട് പ്രോൺ ഏരിയ എന്ന് പറയുമ്പോൾ തരിശുഭൂമി എന്നതാണ്. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പാഴ്ഭൂമി, തരിശുഭൂമി അല്ലെങ്കിൽ മരുഭൂമി വികസനം. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ചതുപ്പ് ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെ നമുക്ക് വേസ്റ്റ് ലാൻഡ് എന്നാണ് നമ്മൾ വിളിക്കാം. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാമും 2009-2010 കാലഘട്ടത്തിൽ എന്തായി? 3നും കൂടെ പകരമായി എന്താരംഭിച്ചു? ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഓക്കെ, 2009-2010 ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ 2015 എന്താക്കി പുനഃസംഘടിപ്പിച്ചു? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയ്ക്ക് പുനഃസംഘടിപ്പിച്ചു. കൃഷി സിഞ്ചായി യോജനയായി പുനഃസംഘടിപ്പിച്ചത് എന്നാണ് 2015. അപ്പോൾ 2009-2010 മുമ്പ് 3 പദ്ധതികളുണ്ടായിരുന്നു നീർത്തട വികസനത്തിന് വേണ്ടിയിട്ട്. ഡോട്ട് പ്രോൺ ഏരിയൻസ് പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് വെസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാമിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 2009-2010 എന്താരംഭിച്ചു? ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഈ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ 2015 റീഓർഗനൈസ് ചെയ്തുകൊണ്ട് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് എന്താക്കി മാറ്റി? കൃഷി സിഞ്ചായി യോജനയാക്കി മാറ്റി. ഓക്കെ, ഇനി ആ 3 പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമോ? 3 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടല്ലേ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുക. ആ 3 പദ്ധതികൾ എന്നാണ് ആരംഭിച്ചത്? എന്നാണ് അതിൻ്റെ പ്രത്യേകത നോക്കുക. ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം 1973-74 സാമ്പത്തിക വർഷം ആരംഭിച്ചു.
വരൾച്ചാ മേഖലയിലെ വരൾച്ച കാരണമുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുക എന്നതാണ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഇനി ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1977-78 കാലഘട്ടത്തിൽ ആരംഭിച്ചു. മരുഭൂമിയിലെ പ്രകൃതി വിഭവ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ വരൾച്ചയുടെ പ്രതികൂല ഫലം കുറയ്ക്കുന്നതിനും മരുഭൂമീകരണം അഥവാ മരുഭൂമിവൽക്കരണം നിയന്ത്രിക്കുന്നതിനുമായി രൂപീകരിച്ചതാണ് ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, മരുഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുക, അതിലൂടെ വരൾച്ചയുടെ പ്രതികൂല ഫലം കുറയ്ക്കുക, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മരുഭൂമി വ്യാപിപ്പിക്കുന്നത് തടയുക എന്നതാണ്. അങ്ങനെ മരുഭൂമി വെറുതെ വ്യാപിക്കൂ? തീർച്ചയായിട്ടും. ചൂട് കാറ്റ് വീശിയടിച്ചാൽ, ഉഷ്ണക്കാറ്റ് വീശിയടിച്ചാൽ ആ ഉഷ്ണക്കാറ്റിൻ്റെ ഫലമായി പല പ്രദേശങ്ങളും എന്തായിട്ട് മാറിയേക്കാം? തരിശുഭൂമിയായി മാറിയേക്കാം, അല്ലേ? തരിശുഭൂമി അഥവാ മരുഭൂമിയായി മാറിയേക്കാം. അപ്പോൾ മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? നമുക്കറിയാം, പെട്ടെന്ന് പറഞ്ഞേ. പശ്ചിമവാതങ്ങളാണ്, അല്ലേ? ആണോ? പശ്ചിമവാതങ്ങളാണോ മരുഭൂമിയുടെ സൃഷ്ടാക്കൾ എന്നറിയപ്പെടുന്നത്? വാണിജ്യവാദങ്ങളാണ്, അല്ലേ? നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്, മറന്നു പോകരുത്. വാണിജ്യവാദങ്ങളാണ് മരുഭൂമിയുടെ സൃഷ്ടാക്കൾ എന്നറിയപ്പെടുന്നത്. വാണിജ്യവാദങ്ങളാണ്. വാണിജ്യവാദങ്ങൾ എന്ന ഉഷ്ണക്കാറ്റുകളാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് പ്രോഗ്രാം, വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 കാലഘട്ടത്തിൽ ആരംഭിച്ച നശിച്ച വന ഇതര ഭൂമി പുനരുജ്ജീവിപ്പിക്കുക. ഈ നശിച്ച എന്ന് പറഞ്ഞാൽ അത് ചതുപ്പ് പ്രദേശമായി മാറിയേക്കാം, അല്ലേ? വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചതുപ്പ് പ്രദേശമായി മാറിയേക്കാം. അല്ലെങ്കിൽ എന്താണ്, മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട് എന്താവാം, ചരൽക്കല്ലുകൾ നിറഞ്ഞ ഭൂപ്രദേശമായി മാറിയേക്കാം. അല്ലെങ്കിൽ മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ മണ്ണ് നശിച്ചു പോകാം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാം. നശിച്ച വന ഇതര ഭൂമി പുനരുജ്ജീവിപ്പിക്കുക. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 ആരംഭിച്ചു. നശിച്ച വനേതര ഭൂമി എന്ത് ചെയ്യുക? പുനരുജ്ജീവിപ്പിക്കുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഡോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം 1973-74 കാലഘട്ടത്തിൽ വരൾച്ച മേഖലയിലെ വരൾച്ച കാരണമുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടി ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 77-78 ആരംഭിച്ചു. മരുഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ വരൾച്ചയുടെ പ്രതികൂല ഫലം കുറയ്ക്കുന്നതിനും കൂടാതെ മരുഭൂമീകരണം നിയന്ത്രിക്കുന്നതിനുമായി രൂപീകരിച്ചു. ഇൻ്റഗ്രേറ്റഡ് വാസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 ആരംഭിച്ചു. നശിച്ച വനേതര ഭൂമി പുനരുജ്ജീവിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നീർത്തട സംരക്ഷണം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതികൾ. 1 ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 ആരംഭിച്ചു. അതിന് നേതൃത്വം വഹിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. നടപ്പിലാക്കേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം 90:10 എന്ന രീതിയിൽ. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. ആവിഷ്കരിച്ചത് നിലവിലുണ്ടായിരുന്ന 3 പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട്. ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്നിട്ട് 2009-2010 ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ 2015 എന്തായി പുനഃസംഘടിപ്പിച്ചു? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയായി പുനഃസംഘടിപ്പിച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ 3 പ്രോഗ്രാം നമ്മൾ നോക്കുന്നു. ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം 1973-74 ആരംഭിച്ചു. വരൾച്ച മേഖലയിലെ വരൾച്ച കാരണമുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 77-78 ആരംഭിച്ചു. മരുഭൂമിയിലെ പ്രകൃതി വിഭവ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ വരൾച്ചയുടെ പ്രതികൂല ഫലം കുറയ്ക്കുന്നതിനും മരുഭൂമീകരണം നിയന്ത്രിക്കുന്നതിനുമായി. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 ആരംഭിച്ചു. നശിച്ച വനേതര ഭൂമി പുനരുജ്ജീവിപ്പിക്കാൻ. 2ാമത്തെ പ്രോഗ്രാം ഹരിയാലി നീർത്തട വികസന പദ്ധതി. ഹരിയാലി നീർത്തട വികസന പദ്ധതി ആരംഭിച്ചത് 2003 ഹരിയാലി നീർത്തട വികസന പദ്ധതി ആരംഭിച്ചത് 2003 ലക്ഷ്യം കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക. അതായത് അതവരെ ബോധവൽക്കരിക്കുക, പഠിപ്പിക്കുക എന്നിവയാണ്. കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കുവാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കുകയെന്നും പഠിപ്പിക്കുകയെന്നും അർത്ഥമുണ്ട്. ഇനി നിരാഞ്ചൽ പദ്ധതി ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് നിരാഞ്ചൽ പദ്ധതി. നിരാഞ്ചൽ പദ്ധതി 5 വർഷ കാലാവധിക്ക് വേണ്ടിയാണ് രൂപീകരിച്ചത്. അതായത് കാലാവധി 2016 മുതൽ 2022 വരെ. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന നീർത്തട പദ്ധതിയെ പരിപോഷിപ്പിക്കുന്നതിലേക്കായി ആവിഷ്കരിച്ച പദ്ധതിയാണ് നിരാഞ്ചൽ പദ്ധതി എന്ന് പറയുക, മറക്കില്ലല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന
പദ്ധതിയെ എന്ത് ചെയ്യണം, പരിപോഷിപ്പിക്കുക എന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു ഉപപദ്ധതിയായിട്ടാണ് നിരാഞ്ജൽ പദ്ധതിയെ കണക്കാക്കുക. നിരാഞ്ജൽ പദ്ധതിയുടെ കാലയളവ് 5 വർഷമാണ്. ഏതുതൊട്ട് ഇതുവരെ 2016 മുതൽ 22 വരെ. 2016 മുതൽ 22 വരെ. ഓക്കെ. ഇനി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നമ്മൾ ആൾറെഡി പറഞ്ഞതാണല്ലേ. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 ആരംഭിച്ചു. അതിന് 2015 എന്താക്കി മാറ്റി, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാക്കി മാറ്റി എന്ന് പറഞ്ഞു അല്ലേ. ആ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ പ്രധാന ലക്ഷ്യമായി കരുതുന്നത് എന്തൊക്കെ? കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. ഓക്കെ. അപ്പോൾ 3 ലക്ഷ്യങ്ങൾ: കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക. കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക. കൃഷിഭൂമി വികസിപ്പിച്ചാൽ മാത്രം മതിയോ? ജലം വേണ്ടേ? ജലസേചനം ഉറപ്പുവരുത്തുക. ഇനി ജലമുണ്ടെങ്കിലും വെറുതെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. അപ്പോൾ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന 2015 ലക്ഷ്യങ്ങൾ: കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ചിലയുടെ പറയാം. ഹരിയാലി നീർത്തട വികസന പദ്ധതി ആരംഭിച്ചത് 2003. കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക. നിരാഞ്ജൽ പദ്ധതി ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. എന്തിനു വേണ്ടി? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന നീർത്തട പദ്ധതിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാലാവധി 5 വർഷമാണ്. 2016 മുതൽ 22 വരെ. 2016-17 തൊട്ട് 21-22 വരെയാണ്. അതാണ് ഞാൻ 5 വർഷം എന്ന് പറയുക. 2016-17 തൊട്ട് 21-22 വരെ. അതായത് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ 2016-17 എന്ന രീതിയിൽ 16-ൽ ആരംഭിക്കുന്നു, 22-ൽ അവസാനിക്കുന്നു എന്ന രീതിയിൽ. എഫക്റ്റീവ്ലി നമ്മൾ എടുത്ത 5 വർഷം ഇവിടെ ഉണ്ടാകത്തുള്ളൂ. സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ 5 വർഷം ഉണ്ടാകത്തുള്ളൂ. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട പദ്ധതിയെ പരിപോഷിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിച്ചത് 2015-ലാണ്. നമുക്കറിയാം. ലക്ഷ്യങ്ങൾ: കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. അടുത്ത നമ്മൾ പറയുന്നു 4 ജലക്രാന്തി അഭിയാൻ. ജലക്രാന്തി അഭിയാൻ ആരംഭിച്ചത് 2015. ലക്ഷ്യമെന്താണ്? ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. രാജ്യത്ത് ആളോഹരി ജലലഭ്യതയിലൂടെ ജലസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ജലം ഉറപ്പുവരുത്തുക. അത് ഇന്ന് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ശുദ്ധജലം കിട്ടാത്ത ഒട്ടനവധി ജനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഓക്കെ. അപ്പോൾ ജലക്രാന്തി അഭിയാൻ 2015 ലക്ഷ്യമെന്താണ്? ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി രാജ്യത്ത് ആളോഹരി ജലലഭ്യതയിലൂടെ ജലസുരക്ഷ ഉറപ്പുവരുത്തുക. ഓക്കെ. ഇനി അടൽ ഭൂജൽ യോജന 2019 ഡിസംബർ 25 ആരംഭിച്ചു. അടൽ ഭൂജൽ യോജന എന്നാരംഭിക്കുക 2019 AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 വാജ്പേയിയുടെ പേര് അതിന് നൽകുകയും ചെയ്തു. അടൽ ഭൂജൽ യോജന 2019 ഡിസംബർ 25 ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ചു. അപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏത് മന്ത്രാലയം, ഏത് വകുപ്പാണ് ആരംഭിച്ചത്? ജൽശക്തി മന്ത്രാലയം ആരംഭിച്ചു. ജലശക്തി മന്ത്രാലയം ആരംഭിച്ചു. എന്നിട്ട് അതിൻ്റെ ഉപവിഭാഗം നമ്മോട് പറയുന്നു. നോക്കിയേ, ജലവിഭവ മന്ത്രാലയം നദീവികസനവും ഗംഗാ പുനരുജ്ജീവന മന്ത്രാലയവും ലയിപ്പിച്ച് രൂപീകരിച്ച പുതിയ മന്ത്രാലയമാണ് ജലശക്തി മന്ത്രാലയം എന്നറിയപ്പെടുക. ജലവിഭവ മന്ത്രാലയവും നദീവികസനവും ഗംഗാ പുനരുജ്ജീവന മന്ത്രാലയവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച പുതിയ വകുപ്പാണ് ജലശക്തി മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെടുക. സംശയമുണ്ടാവരുത്. ജലവിഭവ വകുപ്പും കൂടാതെ നദീവികസന ഗംഗാ പുനരുജ്ജീവന വകുപ്പും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച പുതിയ വകുപ്പാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ജലശക്തി മന്ത്രാലയം എന്നറിയപ്പെടുക. അപ്പോൾ അടൽ ഭൂജൽ യോജന ആരംഭിച്ചത് 2019 ഡിസംബർ 25 ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. അപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആവിഷ്കരിച്ചത് മന്ത്രാലയം, ഏത് മന്ത്രാലയം, ഏത് വകുപ്പാണ്? ജലശക്തി മന്ത്രാലയവുമാണ്. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ഇനി ഈ ജലശക്തി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിച്ച അടൽ ഭൂജൽ യോജനയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കണ്ടേ? എന്താണ് പദ്ധതി എന്ന് നോക്കണ്ടേ? നോക്കാം. ഭൗമ ഉപരിതല ജലവും പുനരുപയോഗപ്രദമായ ഭൂഗർഭ ജലവും ചേർന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ആകെ ജലമെന്ന് പറയുന്നത് 1869 ക്യൂബിക് കിലോമീറ്ററാണ്. ഇതിൽ 60% മാത്രമാണ് ഉപയോഗപ്രദം. അതായത്
1122 ക്യൂബിക് കിലോമീറ്റർ. അത് കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ് അടൽ ഭൂജൽ യോജനയുടെ ലക്ഷ്യം. മനസ്സിലായോ? അപ്പോൾ അടൽ ഭൂജൽ യോജനയുടെ ലക്ഷ്യം എന്താണ്? ഭൗമോപരിതല ജലവും പുനരുപയോഗപ്രദമായ ഭൂഗർഭ ജലവും ചേർന്ന് ഇന്ത്യയിൽ ആകെ ലഭ്യമായിട്ടുള്ള എത്രമാത്രം 1869 ക്യൂബിക് കിലോമീറ്റർ മാത്രമാണ്. ഇതിൽ 60% മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ബാക്കി 40% നമുക്ക് എടുക്കാൻ പോലും കഴിയത്തില്ല. ഈ 60%, അതായത് 1122 ക്യൂബിക് കിലോമീറ്റർ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതാണ് അടൽ ഭൂജൽ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അടൽ ഭൂജൽ യോജന എന്നാരംഭിക്കുക? 2019 ഡിസംബർ 25 ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. ഏത് വകുപ്പാണ് നിയന്ത്രണം? ജലശക്തി മന്ത്രാലയമാണ്. ഭൗമോപരിതല ജലവും പുനരുപയോഗപ്രദമായ ഭൂഗർഭ ജലവും ചേർന്ന ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ആകെ ജലം 1869. ഗാന്ധിജി ജനിച്ച വർഷം എന്ന 1869, അത് വെച്ച് ലിങ്ക് ചെയ്യുക. 1869 ക്യൂബിക് കിലോമീറ്റർ ആണ് ആകെ വിസ്തൃതി. ഇതിൽ 60% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതായത് കേവലം 1122 ക്യൂബിക് കിലോമീറ്റർ മാത്രം. അത് കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ് അടൽ ഭൂജൽ യോജനയുടെ ലക്ഷ്യം. ഇനി നീർത്തട പദ്ധതികളും നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളും പരിശോധിക്കാം. നീരുമീരു പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശ്. അൻവാരി പാനി സൻസദ് എന്ന പദ്ധതി നടപ്പിലാക്കിയത് രാജസ്ഥാൻ. ഓക്കെ, അപ്പം നീരുമീരു പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശാണ്. നീരുമീരു നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശാണ്. അൻവാരി പാനി സൻസദ് എന്ന നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയത് രാജസ്ഥാനുമാണ്. ജില്ലാ നീർത്തട വികസന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാതലത്തിൽ രൂപീകരിക്കുന്ന ഒരു സമിതിയാണ്. രൂപീകരിക്കാൻ നീർത്തടത്തിൻ്റെ വ്യാപ്തി 25,000 ഹെക്ടറിലധികം ഉണ്ടായിരിക്കണം. കേന്ദ്ര പദ്ധതിയായ ജില്ലാ നീർത്തട വികസന യൂണിറ്റ് രൂപീകരിക്കണമെങ്കിൽ ആ ഭൂപ്രദേശത്ത് 25,000 ഹെക്ടറിൽ കൂടുതൽ എന്തുണ്ടായിരിക്കണം? നീർത്തടമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ജില്ലാ നീർത്തട വികസന യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിയുക. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടാണ് നമ്മൾ പണ്ട് യോജനാസൊക്കെ പഠിക്കുമ്പോൾ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? അതുപോലെ നീർത്തട വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒരു സംവിധാനമാണ് ജില്ലാ നീർത്തട വികസന യൂണിറ്റ്. ജില്ലാ നീർത്തട വികസന യൂണിറ്റ് രൂപീകരിക്കണമെങ്കിൽ ആ ഭൂപ്രദേശത്ത് 25,000 ഹെക്ടറോ അതിൽ കൂടുതലോ എന്തുണ്ടായിരിക്കണം? നീർത്തടമുണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരു നീർത്തടത്തിൻ്റെ അല്ല, എല്ലാം അവിടെയുള്ള പല നീർത്തടങ്ങളും, ഒന്നോ അതിലധികമോ നീർത്തടങ്ങളുടെ ആകെ വിസ്തൃതി എത്ര മതി? 25,000 ഹെക്ടറിൽ കൂടുതൽ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നീരുമീരു എന്ന നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശാണ്. അൻവാരി പാനി സൻസദ് എന്ന നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയത് രാജസ്ഥാനും. ജില്ലാ നീർത്തട വികസന യൂണിറ്റ് രൂപീകരിക്കുന്ന നീർത്തടത്തിൻ്റെ വ്യാപ്തി 25,000 ഹെക്ടറിലധികം ഉണ്ടായിരിക്കണം എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. യെസ്. അപ്പോൾ നമ്മളിന്ന് ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ ഈ പദ്ധതികൾ പൂർണ്ണമായിട്ട് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. നീർത്തട സംരക്ഷണം കേന്ദ്ര സർക്കാർ പദ്ധതികൾ. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2009-2010 ആരംഭിച്ചു. നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്ത്. നടപ്പിലാക്കാൻ ചുമതലയുള്ളത് ഗ്രാമപഞ്ചായത്തുകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം 90:10. അതായത് കേന്ദ്ര സർക്കാർ 90%, സംസ്ഥാന സർക്കാർ 10%. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമവികസന വകുപ്പാണ് ആവിഷ്കരിച്ചത്. നിലവിലുണ്ടായിരുന്ന 3 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റിവേഴ്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ. ഇനി ഈ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം 2015 പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് എന്താരംഭിക്കുക? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിക്കുക. എന്താണ് ഡോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം? 1973-74 കാലഘട്ടത്തിൽ ആരംഭിച്ചു. വരൾച്ച മേഖലയിലെ വരൾച്ച കാരണമുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുക. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1977-78 ആരംഭിച്ചു. മരുഭൂമിയിലെ പ്രകൃതി വിഭവ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ വരൾച്ചയുടെ പ്രതികൂല ഫലം കുറയ്ക്കുന്നതിനും മരുഭൂമിവൽക്കരണം നിയന്ത്രിക്കുന്നതിനുമായി രൂപീകരിച്ചു. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1989-90 ആരംഭിച്ചു. നശിച്ച വന ഇതര ഭൂമി പുനരുജ്ജീവിപ്പിക്കാൻ. രണ്ടാമത്തെ പദ്ധതി ഹരിയാലി നീർത്തട വികസന പദ്ധതി 2003 ആരംഭിച്ചു. ലക്ഷ്യം കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക. നിരാഞ്ജൽ പദ്ധതി ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. കാലാവധി 2016 മുതൽ 2022 വരെ. ഫിനാൻഷ്യൽ ഇയർ കണക്കായി 2016-17, 21-22, മൊത്തത്തിൽ 5 വർഷം. കൃഷി സിഞ്ചായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന നീർത്തട വികസന പദ്ധതി പരിപോഷിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചതാണ് നിരാഞ്ജൽ പദ്ധതി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിച്ച 2015.
കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക എന്നിവയാണ് ലക്ഷ്യം. ജലക്രാന്തി അഭിയാൻ 2015 ലക്ഷ്യം ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. രാജ്യത്ത് ആളോഹരി ജലലഭ്യതയിലൂടെ ജലസുരക്ഷ ഉറപ്പുവരുത്തുക. അടൽ ഭൂജൽ യോജന 2019 ഡിസംബർ 25 ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലശക്തി മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അടൽ ഭൂജൽ യോജന നടപ്പിലാക്കുക. ഓക്കെ, എന്താണ് ലക്ഷ്യം? ഭൗമോപരിതല ജലവും പുനരുപയോഗപ്രദമായ ഭൂഗർഭ ജലവും ചേർന്ന് ഇന്ത്യയിൽ ലഭ്യമായ ആകെ ജലം 1869 ക്യൂബിക് കിലോമീറ്ററാണ്. ഇതിൽ 60% മാത്രം, അതായത് 1122 ക്യൂബിക് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവയുടെ കൃത്യമായ വിനിയോഗമാണ് അടൽ ഭൂജൽ യോജനയുടെ ലക്ഷ്യം. നീരു നീരു എന്ന നീർത്തട പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശും അൻവാരി പാനി സൻസദ് എന്ന നീർത്തട വികസന പദ്ധതി നടപ്പിലാക്കിയത് രാജസ്ഥാനുമാണ്. ജില്ലാ നീർത്തട വികസന യൂണിറ്റുകൾ രൂപീകരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 27 ഹെക്ടറെങ്കിലും എന്തുണ്ടാവണം? നീർത്തടമുണ്ടാകണം. ഇത്രയും പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയെന്നോണം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് ദേശീയ ജലനയം, ജലത്തെക്കുറിച്ചുള്ള ദേശീയ നയം എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറേ പ്രത്യേകതകളും നമുക്ക് പഠിച്ചുറപ്പിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു. ബൈ.